ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് എൻ്റെ നാടായിട്ടുള്ള പത്തനംതിട്ടയിലെ തിരുവല്ലയിൽ നിന്നും ഈ യാത്ര ആരംഭിച്ച് സ്വയം ഡ്രൈവ് ചെയ്തതാണ്. അല്ലല്ല, ഞങ്ങൾ 4 പേരുണ്ട്. വേറെ ഞങ്ങൾ 3-4 പേര് മാറി മാറിയാണ് ഓടിച്ചത്, അല്ലാണ്ട് എത്തില്ലല്ലോ. 200 കിലോമീറ്ററാണ് തിരുവല്ലയിൽ നിന്ന് ഇവിടെ വരെ, തൃത്താല വരെ ഉള്ളത്. ഉച്ചയ്ക്ക് 2 മണിക്ക് ഞാൻ ഇറങ്ങുന്നതാണ്. 7 മണിക്കൂർ യാത്ര ചെയ്ത് 9 മണിക്കാണ് രാത്രി ഞാനിവിടെ എത്തുന്നത്. വികസിത കേരളം. 200 കിലോമീറ്ററിന് നമുക്ക് 7 മണിക്കൂർ യാത്രയാണ്. ഇലക്ഷൻ തിരക്കോ അല്ലാതെ വേറെ ഒരു സംഭവങ്ങളൊന്നുമില്ല. നമ്മൾ സാധാരണ റോഡിൽ കൂടെ വരുന്ന ഒരു എന്താ പറയുക, സാധാരണ ഒരു പൗരൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് അതാണ്. അത് ഞാൻ ട്രെയിനിൽ കയറി വരണമെങ്കിലും തിരുവല്ലയിൽ നിന്ന് തൃശ്ശൂർ വരെ ഒരു 5 മണിക്കൂർ വേണം. തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ ഏകദേശം 1.5-2 മണിക്കൂർ വേണം. അതായത് നമുക്ക് ഇത്രയും വർഷമായിട്ടും നമുക്ക് ആ ഒരു കാര്യത്തിൽ പോലും നമുക്കൊരു പ്രോപ്പർ വികസനം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിച്ചില്ല എന്നുള്ളത് നമുക്ക് കേരളത്തിലെ റോഡുകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളത് ഞാൻ ഇന്ന് വ്യക്തമായിട്ട് ഒന്നും കൂടെ മനസ്സിലാക്കി. അതെ, തീർച്ചയായിട്ടും കേരളത്തിലെ റോഡ് ഡെവലപ്മെൻറ്റ് ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ട്. യഥാർത്ഥത്തിൽ ഒരു 10-20 വർഷം മുമ്പ് തന്നെ നമ്മൾ എക്സ്പ്രസ് ഹൈവേ അടക്കമുള്ള പ്രോജക്റ്റുകളെ കുറിച്ച് ചർച്ച ചെയ്തിരുന്നല്ലോ. പക്ഷെ അന്ന് പല കാരണങ്ങൾ കൊണ്ട്, രാഷ്ട്രീയമായിട്ടുള്ള ചില കടുംപിടുത്തങ്ങൾ കാരണം, പ്രത്യയശാസ്ത്ര കടുംപിടുത്തങ്ങൾ കാരണം അത് നടക്കാതെ പോയി. അന്ന് എക്സ്പ്രസ് ഹൈവേ ഒക്കെ നടന്നിരുന്നെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ കുറേ കൂടി ആയാസരഹിതമായിട്ട് ഇപ്പോൾ കേരളത്തിൽ നമുക്ക് യാത്ര ചെയ്യായിരുന്നു. ഇപ്പം പക്ഷേ നാഷണൽ ഹൈവേ ഒരു ഭാഗത്ത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോഴും കേരളത്തിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള യാത്രയാവുന്നുള്ളൂ. ഇതിനിടയിൽ ഇതിനെ ക്രോസ് ചെയ്യുന്ന തരത്തിലുള്ള ഹൈവേസ് ഉണ്ടാവണം. അതുകൂടി ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചാൽ മാത്രമാണ് ഈ ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത ഡെസ്റ്റിനേഷൻ വരെയുള്ള ദൂരത്തിൽ നമുക്ക് പരമാവധി ടൈം സേവ് ചെയ്യാൻ പറ്റും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ പാലക്കാട് പൊന്നാനി റോഡ് എന്ന് പറയുന്ന ഒരു റോഡ് ഞങ്ങളുടെയൊക്കെ പ്രദേശത്തൂടെ പോകുന്നുണ്ട്. 100 കിലോമീറ്ററാണ് പാലക്കാട് നിന്ന് പൊന്നാനി വരെയുള്ള. ഒറ്റപ്പാലം, ഷൊർണൂർ അടക്കമുള്ള, പട്ടാമ്പി അടക്കമുള്ള, ഞങ്ങളുടെ കൂറ്റനാട് അടക്കമുള്ള പ്രദേശങ്ങൾ, എടപ്പാൾ, അങ്ങനെയുള്ള റോഡാണ്. യഥാർത്ഥത്തിൽ ഇത് 4 വരി പാതയാക്കേണ്ട സമയം കഴിഞ്ഞു എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ഒരു പാത 4 വരി പാതയാക്കിയാൽ പാലക്കാട് ജില്ലയിലെ ഞങ്ങളുടെയൊക്കെ പ്രദേശത്തുള്ള ആളുകൾക്ക് കുറേ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റും. ഇപ്പം ഞാൻ പലപ്പോഴും പല സ്ഥലങ്ങളിലും പറയാറുണ്ട്. ഇപ്പം എൻ്റെ വീട് നിൽക്കുന്ന തൃത്താലയിലെ ഈ പ്രദേശത്ത് അതാ അല്ല, ഞാൻ അതിനപ്പുറം തിരുവനന്തപുരം നിൽക്കട്ടെ, ഞാൻ അതിനപ്പുറം പറയാൻ പോവാ. ഞാൻ ഈ നിൽക്കുന്ന ഈ പാലക്കാട് ജില്ലയുടെ തൃത്താലയുടെ എൻ്റെ വീട്ടിൽ നിന്ന് പാലക്കാട് ജില്ലാ കളക്ടറേറ്റിലേക്ക് ഒരു മീറ്റിങ്ങിന് പോകണമെങ്കിൽ എനിക്ക് മിനിമം 2 മണിക്കൂർ എടുക്കും. എത്ര കിലോമീറ്റർ? ഏതാണ്ട് 70-75 കിലോമീറ്ററാണ്. അതല്ല തമാശ, എനിക്ക് പാലക്കാട് കളക്ടറേറ്റിൽ എത്തുന്നതിനേക്കാൾ എളുപ്പത്തിൽ തൃശ്ശൂർ കളക്ടറേറ്റിലേക്ക് എത്താൻ പറ്റും. അതുപോലെ തന്നെ എളുപ്പത്തിൽ എനിക്ക് മലപ്പുറം കളക്ടറേറ്റിലേക്ക് എത്താൻ പറ്റും. ഇപ്പം NH കുറച്ചും കൂടി നന്നായി കഴിഞ്ഞാൽ എനിക്ക് കോഴിക്കോട് വരെ പോകാനും ഒരു പക്ഷേ പാലക്കാടിനേക്കാൾ കുറഞ്ഞ സമയം മതി. ജില്ല പാലക്കാടാണ്, പക്ഷേ എനിക്ക് അയൽ ജില്ലകളിലെ ജില്ലാ ആസ്ഥാനങ്ങളാണ് കുറേ കൂടി ആക്സസിബിൾ. അപ്പം ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാസർഗോഡ് ടു തിരുവനന്തപുരം എന്നാണ് നമ്മളെപ്പോഴും ഇതൊക്കെ ചിന്തിക്കുക. ഇപ്പം KRail എന്ന് പറയുന്നൊരു പ്രൊജക്റ്റ് ഈ ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിരുന്നത്, അതിൽ പാലക്കാട് ടച്ച് ചെയ്യുന്നില്ല. CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ഇവിടെ വന്നിട്ട് പറഞ്ഞു കൂറ്റനാട് നിന്ന് അപ്പം കൊണ്ടുപോകാമെന്ന്. ഇവിടെ വന്നിട്ടാണ് പറഞ്ഞത്. പക്ഷേ കൂറ്റനാടോ പാലക്കാട് ജില്ലയോ KRail-ൻ്റെ അലൈൻമെൻറ്റിൽ വരുന്നില്ലായിരുന്നു. അപ്പം നോർത്ത് സൗത്ത് ആയിട്ടൊരു കോറിഡോർ വേണം, ഒന്നിലേറെ കോറിഡോർ ആവാം. ഇപ്പം MC റോഡ് അടക്കം കൂടുതൽ ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം അതിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള മറ്റ് റോഡുകൾ, മലയോര ഹൈവേയും ഈ പറയുന്ന നോർത്ത് സൗത്തായാണ് പോകുന്നത്. അതിന് പെർപെൻഡിക്കുലർ റോഡ്സ് വേണം. അത് പലപ്പോഴും ഉണ്ടാവുന്നില്ല. അപ്പം ഉദാഹരണം പറയാം, തൃശ്ശൂർ തളിക്കുളം, കോഴിക്കോട് പാലക്കാട് ഹൈവേ, അങ്ങനെയൊക്കെയുള്ള കോഴിക്കോട് പാലക്കാട്, അത് അങ്ങനത്തെ ഒരു ഹൈവേ ആണ്. കോഴിക്കോട് വയനാട് റോഡ്, എക്സാക്ട്ലി. അപ്പോൾ അങ്ങനെയുള്ള റോഡ്സൊക്കെ കുറേ കൂടി ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് കഴിയണം. അപ്പം ഞാനിപ്പം എന്താ പറയുക, ഒരു പോൾ പ്രോമിസായിട്ട് തൃത്താലയിലെ ജനങ്ങൾക്ക് മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണ്. അടുത്ത് ഞങ്ങളുടെ ഗവൺമെൻറ് ആവുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ 100% പ്രതീക്ഷ. എനിക്കൊക്കെ ഇവിടെയും വിജയിച്ച് വരാൻ സാധിക്കുകയാണെങ്കിൽ പാലക്കാട് പൊന്നാനി റോഡ് ഒരു 4 ലൈൻ റോഡാക്കുന്ന തരത്തിൽ ഒരു ഡെവലപ്മെൻറ്റ് തീർച്ചയായിട്ടും ഞങ്ങൾ കൊണ്ടുവരും.